എന്തായാലും വിഷയത്തിൽ നടപടിയാകുന്നു. SIക്ക് സസ്പെൻഷൻ എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ബിന്ദു എന്ന ദളിത് യുവതിയെ വളരെ ക്രൂരമായ നിലയിൽ പോലീസ് സ്റ്റേഷനിൽ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതിന്റെ പ്രാഥമിക നടപടി എന്ന നിലയിൽ SIക്ക് സസ്പെൻഷൻ വരുന്നു. SI പ്രസന്നനെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ SIക്ക് സസ്പെൻഷൻ വരുന്നത്. ആവർത്തിച്ച് പ്രസന്നൻ എന്ന SIയുടെ പേരാണ് ബിന്ദു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ SIയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു പ്രാഥമിക ഘട്ടത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടി വരുന്നത്. വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പ്രബുദ്ധ കേരളമാണ്, എല്ലാത്തിലും നമ്പർ 1 ആണ് നമ്മുടെ നാടെന്ന് അവകാശപ്പെടാറുണ്ട്, മേനി നടിക്കാറുണ്ട്. പക്ഷെ അതേ നാട്ടിലാണ് ഒരു സ്ത്രീക്ക്, ഒരു ദളിത് സ്ത്രീക്ക് ഇത്രയും അതിക്രൂരമായ പീഡനം ഒരു രാത്രിയും ഒരു പകലും പോലീസ് സ്റ്റേഷനിൽ നേരിടേണ്ടി വന്നത്. മോഷണ കുറ്റം ആരോപിച്ച് അത് നേരത്തെ നമ്മൾ ഈ ബേലിദാസിന് ജാമ്യം കിട്ടിയ സമയത്ത് നമ്മളോട് സംസാരിച്ച അഭിഭാഷകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ കുറ്റാരോപിതൻ മാത്രമാണ്. അവിടെ അങ്ങനെ ഒരു ആനുകൂല്യം പോയിട്ട് ആനുകൂല്യം കിട്ടിയില്ലെന്ന് മാത്രമല്ല, അത്രയും മോശമായ രീതിയിലാണ് ബിന്ദുവിനോട് പെരുമാറിയത് പോലീസ് ഉദ്യോഗസ്ഥർ. ആ മാല തിരിച്ചു കിട്ടി. മാല ഏത് വീട്ടിൽ നിന്നാണോ മോഷണം പോയത് അതേ വീട്ടിൽ നിന്ന് മാല തിരികെ കിട്ടി, 18 പവന്റെ മാല. പക്ഷെ എന്നിട്ടും ഈ ബിന്ദുവിനെതിരായ ക്രൂരത അവസാനിപ്പിച്ചില്ല. ബിന്ദു ഈ മോഷണം സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് തൊണ്ടി മുതൽ കിട്ടി, പക്ഷേ മോഷണം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും പീഡനമായിരുന്നു. TS ഹരീഷിന്റെ വിവരങ്ങളുമായി. ഹരി, എന്തായാലും മൊഴിയെടുക്കുന്നു എന്ന് നേരത്തെ വിവരം ഹരി പങ്കുവച്ചിരുന്നു. ഇപ്പോൾ SIക്ക് സസ്പെൻഷൻ എന്നതാണ് പ്രധാനപ്പെട്ട നടപടി. തുടർ നടപടികൾ പ്രതീക്ഷിക്കാമോ? വൈകിയാണെങ്കിലും പോലീസ് ഇക്കാര്യത്തിൽ ഉചിതമായി ഇടപെടുകയാണോ? തുടർ നടപടികൾ കൂടി വേണം. അതായത് നമ്മൾ അവസാനിപ്പിച്ചു പോയത് അതാണ്. മൊഴിയെടുത്തത് കൊണ്ട് മാത്രമായില്ല. ഇത്രയും ദിവസമായിട്ടും പോലീസുകാർക്കെതിരെ എന്തുകൊണ്ട് കൃത്യമായി നടപടിയെടുത്തില്ല? മാത്രമല്ല, ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ, നടപടി എടുക്കുമ്പോൾ ഇവരെ ഈ ജോലിയിൽ തുടർന്നുകൊണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അതുപോലെ തന്നെ സംഭവിച്ചു. അതായത് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ SI പ്രസാദിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ആ പോലീസ് സ്റ്റേഷനിലുള്ള ആളുകളെയും ഒപ്പം തന്നെ ആരോപണ വിധേയരായ പോലീസുകാരെയും ഇപ്പോൾ മൊഴിയെടുക്കുന്നുണ്ട്. ആ മൊഴിയെടുക്കുന്നതിന്റെ ഭാഗമായി തന്നെ ഒരു സംശയം. ഇപ്പൊ SI പ്രസാദ് എന്നാണ് പറഞ്ഞത്. നേരത്തെ ബിന്ദു പ്രസന്നൻ എന്ന പേര് ഉപയോഗിച്ചിരുന്നു. 2 ഉദ്യോഗസ്ഥരാണോ അതോ പേരിൽ എന്തെങ്കിലും ചെറിയ മാറ്റം വന്നതാണ്? ബിന്ദുവിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് അത് 2 ഉദ്യോഗസ്ഥരാണ്. SI ആയ പ്രസാദിനെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥന്റെ പേര് പ്രസന്നൻ എന്നാണ് ബിന്ദു പറഞ്ഞിരിക്കുന്നത്. ഈ 2 പേരുകൾ, അതായത് 2 പോലീസുകാരെ തന്നെയാണ് ബിന്ദു ചൂണ്ടിക്കാണിക്കുന്നതും. ഈ SI ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ SI അറിയാതെ ഈ വിഷയങ്ങളൊന്നും നടക്കില്ല. മാത്രമല്ല, ഒരാളെ കസ്റ്റഡിയിലെടുത്ത് 20 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ SI അറിയാതെ അത് നടക്കുകയുമില്ല. അതുകൊണ്ട് തന്നെയാണ് SIക്ക്